അങ്ങനെയുള്ള ദ്വാരകാധീശനായിട്ടാണ് ഭഗവാൻ ശോഭിക്കുന്നത്. ആ ദ്വാരകാധീശൻ്റെ ലീലകൾ ഒന്നൊന്നായി വർണ്ണിക്കുന്നു. അതിനിടയിലാണ് പറഞ്ഞത് ഭഗവാൻ വിവാഹം കഴിച്ച കഥ എങ്ങനെയാണെന്നൊന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പരീക്ഷിത്ത് പറഞ്ഞപ്പോൾ ശുഖബ്രഹ്മർഷി ഭഗവൽ വിവാഹ കഥ പറയുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് സമയം കൊണ്ട് അനുസ്മരിക്കുന്നത്. കാരണം സാധാരണ രുക്മിണി സ്വയംവരമൊക്കെ ഇപ്പോഴും പലയിടത്തും ഘോഷയാത്രയായിട്ടാണ് പതിവ്. പലയിടത്തും സമയമില്ല, സന്ദർഭമില്ല, സപ്താഹം എന്നുള്ള പ്രമാണമൊന്നും ഇല്ലാതൊക്കെ നടത്താറുണ്ട്. പക്ഷെ എന്തൊക്കെ നടത്തിക്കഴിഞ്ഞാലും ഈ വളയത്തിലൂടെ മാത്രമേ ചാടാൻ പറ്റുള്ളൂ എന്നുള്ള ബോധം എപ്പോഴും വേണം. നമ്മൾ എന്താണോ ആത്യന്തികമായ ലക്ഷ്യം, കുട്ടികളെ നല്ല ഇതുപോലെ എണ്ണയൊക്കെ തേച്ച് കൈയൊക്കെ പിടിച്ച് തേച്ച് നല്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നത് നന്നായിട്ട് നടന്ന് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടാണല്ലേ. കുളിപ്പിച്ച് കുട്ടിക്ക് നേരെ നടക്കാൻ പറ്റാതായി കുളിപ്പിച്ചതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്താണ് ആ സന്ദേശത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം ഇത് ജ്ഞാനയജ്ഞമാണ്. അങ്ങനെ ഇവിടെ പറയുന്നു രുക്മിണി സ്വയംവരം ഇത് കേട്ട് കഴിഞ്ഞാൽ വലിയ ഫലമാണെന്നാണ് പറഞ്ഞത്. കേട്ടാലാണ് ഫലം കേട്ടോ, കണ്ടാലല്ല. അത് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. ശ്രവണം ചെയ്താൽ ഫലമാണ്. ശ്രവണം ചെയ്താൽ ഫലമാണെന്ന് പറഞ്ഞാൽ അത് കേൾക്കണം, വായിക്കണം. അതുകൊണ്ടാണ് ഇന്ന് രുക്മിണി സ്വയംവരം അതിനോടനുബന്ധ പരിപാടികളൊക്കെ ആക്കുന്നു. അല്ലെങ്കിൽ ഇത് ഇന്നലെ ആവാം, അല്ലെങ്കിൽ നാളെ ആവാം, ഒന്നും പറ്റില്ലല്ലോ. ഇന്നെന്താ, ഇത് വായിക്കുന്ന സമയത്താണ് ഇത് വേണ്ടത്. ഇത് 6-ാം ദിവസം ഉച്ചക്കാണ് വായിക്കുന്നത് ഒരു സപ്താഹത്തിലെങ്കിൽ അന്നാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തുക. എന്തുകൊണ്ടാണ്? ആ പാരായണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ആ വാക്കുകളിലൂടെ ആ ചൈതന്യം അവിടെ എത്തിച്ചു തരും. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാധീശനായിട്ട് കഴിഞ്ഞുകൂടുന്നു. പരിപൂർണ ബ്രഹ്മസ്വരൂപം തന്നെയാണെന്ന് തിരിച്ചറിയേണ്ടവർക്കൊക്കെ അറിയാൻ ആയിട്ടുണ്ട്. അല്ലാത്തവർ ഏത് കാലത്തും ഉള്ളതുപോലെ പലതും പല രീതിയിലും ഭഗവാനെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ടും ഒക്കെ കഴിഞ്ഞുകൂടുന്ന ഒരു വിഭാഗം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും ഉണ്ടാവുകയും ചെയ്യും, സംശയമില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബലരാമേട്ടൻ്റെ വിവാഹം ആദ്യം പറയണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ശ്രീമാൻ രേവതൻ്റെ മകളായ രേവതിയെ ബലരാമസ്വാമി വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ വിദർഭാധിപതിയായ ഭീഷ്മക മഹാരാജാവിൻ്റെ മകൾ രുക്മിണീ ദേവിയെ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയംവരല്ല കേട്ടോ, വിധിപ്രകാരം വിവാഹം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞത് അതൊന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ആ കഥ പറയാൻ ആരംഭിക്കുകയാണ്. വിദർഭയുടെ അധിപതിയാണ്, 16 ജനപദങ്ങളിൽ ഒന്നാണ് വിദർഭ. അവിടുത്തെ അധിപതിയാണ് ഭീഷ്മക മഹാരാജാവ്. സത്യസന്ധനും വളരെ സുശീലനുമായിട്ടുള്ള മഹാരാജാവ്. അദ്ദേഹത്തിന് ആൺകുട്ടികൾ രുഗ്മി, രുഗ്മഗരജൻ, രുഗ്മകേശി, രുഗ്മബാഹു തുടങ്ങിയിട്ടുള്ള ആൺകുട്ടികൾ. ഒരു സഹോദരി ഉണ്ടായിരുന്നു, രുക്മിണി എന്നാണ് പേര്. സത്യസന്ധയായിട്ട് അച്ഛൻ്റെ സ്വഭാവമൊക്കെ ഇവർക്കാണ് കിട്ടിയിട്ടുള്ളത്, ഈ പെൺകുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും വ്രതങ്ങളും അതുപോലെ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ട് കഴിഞ്ഞുകൂടും. അവയുടെ കുടുംബക്ഷേത്രമുണ്ട്. പാർവതി, സുബ്രഹ്മണ്യൻ, ഗണപതി, അയ്യപ്പനില്ല, ധർമ്മശാസ്താവ് ഒക്കെ ആയിട്ട് സ്വസന്താനങ്ങളോട് കൂടി കഴിഞ്ഞുകൂടുന്ന ഉപാസനാമൂർത്തി ഉണ്ടാവും. കുടുംബ ഭരദേവത, അതിനാണ് പരദേവത എന്ന് പറയുന്നത്. എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാവും. രാജകുടുംബങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ആ പരദേവത ഉണ്ടാവും. അങ്ങനെ ഉള്ള പരദേവതയെ ഭജിച്ചുകൊണ്ടൊക്കെ കഴിഞ്ഞുകൂടുമായിരുന്നു, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിവാഹപ്രായമായി. പക്ഷേ ഒരുപാട് തവണ നമ്മുടെ നാരദ മഹർഷിയൊക്കെ വന്നിട്ട് ഈ അച്ഛനുമായിട്ട് ഇരുന്ന് കഥ പറയുമ്പോഴെപ്പോഴും പറയും കൃഷ്ണനെ കുറിച്ചേ പറയുള്ളൂ, കൃഷ്ണന്റെ മഹത്വം പറയും. അതിങ്ങനെ പറയാന്ന് പറയല്ലാതെ പണ്ട് കാലത്ത് കാണാനൊന്നും പറ്റില്ല അല്ലേ, വേറെ രീതിയിൽ കേൾക്കാനും പറ്റില്ല. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് കേൾക്കും. അങ്ങനെ മഹത്വം കേട്ട് കൃഷ്ണന്റെ മഹത്വം കേട്ടിട്ട് കൃഷ്ണനെ കുറിച്ച് നമുക്ക് ഒരു അഭിനിവേശം ഉണ്ടാവും അല്ലേ. നമ്മുടെ മനസ്സതിലേക്ക് പോകും. പലതും അങ്ങനെയാണ്. നമ്മൾ പോയിട്ട് കണ്ടിട്ടുണ്ടോന്നും ഉണ്ടാവില്ല. അമ്പലപ്പുഴ കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടാണ് പലർക്കും ഒരാൾ ഇന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത്, കായംകുളത്തുള്ളവരാണ്, പക്ഷെ ഇതുവരെ ജീവിതത്തിൽ എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഒരു നിമിത്തമായി ഇത് മാത്രമേ ഉള്ളൂ. വന്നത് നോയിഡേന്ന്, അവിടെ താമസിക്കുന്ന ആൾ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭാഗ്യം കിട്ടി ഈ സമയത്ത് വരാനും അല്ലേ ഒക്കെ അനുഭവിക്കാൻ. എന്താണെന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ടെന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ കേട്ടിട്ട് ഗുരുവായൂരപ്പനെ കുറിച്ച് കേട്ടിട്ട് അല്ലേ, നമ്മുടെ മനസ്സ് എന്തായാലും വൃന്ദാവനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ കേട്ടിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ, വ്രജഭൂമിയിലുള്ള വിശേഷങ്ങൾ, അമ്പാടിയിലുള്ള വിശേഷങ്ങൾ അതിങ്ങനെ പറയുന്ന കേട്ടിട്ട് എനിക്ക് എന്തായാലും പോടെ, എന്ത് വന്നാലും ഞാൻ മക്കളോട് ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നവരുണ്ട്. എങ്ങനെയാണെന്നറിയോ, കേട്ടിട്ടാണ്, നേരിട്ട് കണ്ടിട്ടൊന്നുമല്ല. ആണോ? അങ്ങനെ നമ്മുടെ മനസ്സാദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിവൃത്തി ഉണ്ടാവില്ല. അതാണ് രുക്മിണിക്ക് ഉണ്ടായത്. ഭഗവാനെക്കുറിച്ച് കേട്ടിട്ട് ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടെങ്കിൽ അതാരായിരിക്കണം? ദ്വാരകാധിപതിയായ
കൃഷ്ണനായിരിക്കണം എന്നെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ സ്വയം വരിച്ചു. നമ്മളൊക്കെ പറയുന്ന പോലെ എൻ്റെ കൃഷ്ണ എന്ന് പറയുന്നില്ലേ, ആ ഭാവത്തിൽ രുക്മിണി ദേവി സ്വയം വരിച്ചു. അതേ സ്വയംവരം ഉണ്ടായിട്ടുള്ളൂ. മറ്റേതൊക്കെ വേറെയാണ്. ഇങ്ങനെ നിരനിരയായിട്ടിരിക്കുക, ഈ മാല എടുത്തിട്ട് ഇങ്ങനെ നടക്കുക, ഇഷ്ടപ്പെട്ട ആളെ കഴുത്തിലേക്ക് ഇങ്ങനെ ഇടുക. അത് രാജാക്കന്മാരുടെ വേറൊരു വിധിയാണ്. ഇതുമായിട്ട് ഒരു ബന്ധവും ഇതിന് ഇല്ല. പക്ഷേ ശിശുപാലനൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരും പാരമ്പര്യ സ്വഭാവമൊന്നും ഉണ്ടാവില്ലല്ലോ. ചില തലമുറയിൽ ഇത് ഗോപ്യമായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവമൊന്നും ഈ മകനില്ല. അദ്ദേഹം ശ്രീകൃഷ്ണൻ്റെ വിരോധിയായിട്ടാണ് ചെറുപ്പം മുതൽ. കമ്പനിയാണ് പറ്റിച്ചതെന്നാണ്. ശിശുപാലൻ, ദന്തഭക്തൻ, വിദൂരഥൻ, ജരാസന്ധൻ, ഈ പ്രഭൃതികളുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇവരൊക്കെ ശ്രീകൃഷ്ണത്തിൻ്റെ സമയമാകുമ്പോഴും ഈ രുക്മിണി ദേവിയോടൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവരിങ്ങനെ ഉള്ളുരുകി ഭക്ഷണമില്ലാതെ ഉറക്കമില്ലാതെ മനസ്സിൽ എന്താ ചിന്തിക്കുന്നത്? ആ ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. ആ നിരന്തരമായ ഭാവത്തിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കൈവടിയോ? ഇല്ലല്ലോ. നിരന്തരം അനന്യാഹ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റുള്ളതൊക്കെ വിട്ട് ആ ഭഗവാനെ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ. ദേവിയുടെ മനസ്സിൽ വേറൊന്നുമില്ല. അങ്ങനെ പ്രാർത്ഥിക്കും. ആ കുലപരദേവതാ ക്ഷേത്രത്തിൽ അവരുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. നിത്യേന പോകും, ക്ഷേത്രത്തിൽ പോകും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റന്നാൾ വിവാഹമായ സമയത്ത് ഓരോ ദിവസം കഴിയുമ്പോഴും നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. അമ്മയോട് ദുഃഖമൊക്കെ തുറന്നു പറയും. നല്ല ദുഃഖം വരുന്ന സമയത്ത് അടുത്ത് ആളുണ്ടോ നോക്കാറില്ല. അങ്ങനെ പറഞ്ഞു, ദാ വിവാഹത്തിന് ആ കൃഷ്ണൻ കൈ പിടിക്കുന്നില്ലെങ്കിൽ ഞാൻ ജീവൻ ഉപേക്ഷിക്കും അമ്മയെ എന്ന് പറഞ്ഞു. ഇത് ഒരു ബ്രാഹ്മണൻ മന്ത്രം ജപിച്ചുകൊണ്ട് മുഖമണ്ഡപത്തിൽ ഉണ്ടായിരുന്നു, നമസ്കാര മണ്ഡപത്തിൽ. അദ്ദേഹം ഇത് കേട്ടു. ഒരു പെൺകുട്ടി എവിടെ നിന്ന് പറയുന്നത്, ഞാൻ ജീവൻ ഉപേക്ഷിക്കും അമ്മ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം എന്താണെന്ന് അറിയണം. പിന്നെ അകത്തുനിന്ന് സംസാരിക്കുന്ന സമ്പ്രദായമൊന്നും പണ്ടില്ല. അമ്പലത്തിനകത്തുനിന്ന് പുറത്ത് വന്നിട്ടേ പറയുള്ളൂ. പുറത്ത് വന്ന് നിന്നു, ഇവരെ കണ്ടു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഭീഷ്മക മഹാരാജാവിൻ്റെ മകളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു വിഷമമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് വരുന്നു. ഭീഷ്മക മഹാരാജാവുമായിട്ട് സംഭാഷണം നടത്തി. മുകളിലേക്കാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ മുകളിലേക്ക് നമ്മുടെ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പോകുന്നു. അങ്ങനെ പോയി രുക്മിണിയായി കണ്ടപ്പോൾ രുക്മിണി ദേവി പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യം, മറ്റന്നാൾ വിവാഹമായി എല്ലാം നിശ്ചയിച്ചു. അച്ഛൻ പറഞ്ഞുവല്ലോ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല. ഞാനിനി വ്രതം എടുത്ത് ഭക്ഷണം കഴിക്കാതെ, പ്രായോപവേശം എന്ന് പറയുന്നില്ല, അതുപോലെ വ്രതം എടുത്ത് എൻ്റെ ജീവൻ ഉപേക്ഷിക്കും. അല്ലാതെ ഇദ്ദേഹത്തിനെ കൈപിടിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതാണ് എനിക്ക് ഭഗവാനോടുള്ള പ്രാർത്ഥന. അങ്ങനെ സാധിക്കുമെങ്കിൽ എൻ്റെ ഈ ഒരു ഹൃദയത്തിലെ വേദന ഒന്ന് ഭഗവാൻ കൃഷ്ണനെ ഒന്ന് അറിയിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഭഗവാനിലേക്ക് എത്തിക്കണം. പിന്നെ ബാക്കി ഭഗവാൻ തീരുമാനിക്കട്ടെ. നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഭഗവാനിലെത്തണം. ഈ ഒരു കാര്യമാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ എന്നാൽ കഴിയുന്നത് ചെയ്യാമെന്ന് പറഞ്ഞു. അച്ഛനുമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ നാളേക്ക് പോകാനുള്ള ഏർപ്പാടാക്കാം, എല്ലാം രഥമൊക്കെ തയ്യാറാക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? ഇങ്ങനെ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ഈ പ്രായമായതുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മയുണ്ട്, നാളെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പം ഇന്ന് പറഞ്ഞാൽ നാളേക്കത് ഓർമ്മയില്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് എന്താണോ പറയാനുള്ളത് കൃഷ്ണനോട് അതൊന്ന് എഴുതിയിട്ട് ഇങ്ങനെ തന്നേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു എഴുത്തായിട്ട് ആ പറയാനുള്ളതൊക്കെ രുക്മിണി ദേവി എഴുതി കൊടുത്തു. പണ്ട് കാലത്ത് എഴുത്ത് കൊടുക്കലെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അല്ലേ? എഴുത്ത് കൊടുത്തേക്കുക എന്നൊക്കെ. പണ്ട് എഴുത്ത് കൊടുക്കാനേ വഴിയുള്ളൂ. ഇന്നത്തെ പോലെ സൗകര്യമൊന്നും അന്നില്ലാത്ത കാലത്താണ്. ഈ ദ്വാരകാധീശന് ഒരു എഴുത്ത് വളരെ രഹസ്യമായിട്ട് എഴുതി കൊടുത്തു. ആ എഴുത്തിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണോ പറയാനുള്ളത് ആ വിശേഷപ്പെട്ട 7 ശ്ലോകങ്ങളാണ് ഇപ്പോഴും പ്രാർത്ഥനയായിട്ട്, രുക്മിണിയുടെ പ്രാർത്ഥനയായിട്ട്, ഒരു ജീവന്റെ പ്രാർത്ഥനയായിട്ട്, രുക്മിണി സന്ദേശമായിട്ട് വളരെ ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യം വേണ്ടത് ശ്രുത്വാഗുണൻ ഭുവന സുന്ദര ശൃണ്വതാന്തേ നിർവിശ്യകർണ വിവരേഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയ്യച്യുതാവിശതി ചിത്തമപത്രപം മേ. ഒന്നാമത്തെ ശ്ലോകം തന്നെ വളരെ ശ്രേഷ്ഠമാണ്. എന്താണ്? ശ്രുത്വാഗുണൻ, അങ്ങയുടെ ഗുണഗണങ്ങളും മഹത്വങ്ങളും കേട്ടിട്ട്, നമ്മൾ പറയാറില്ലേ കർണത്തിൽ കേട്ട് കോൾമയിർ കൊണ്ട് കണ്ണീരിൽ മുങ്ങുന്നു പറഞ്ഞില്ലേ, അതുപോലെ കേട്ടിട്ട് ആദ്യം ശ്രവണമാണ് വേണ്ടത്. ഭഗവാനെക്കുറിച്ചും ഭഗവത് മഹത്വത്തെക്കുറിച്ചും വേണ്ടതുപോലെ കേട്ടിട്ട് എൻ്റെ മനസ്സ് അങ്ങയിൽ രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ ലജ്ജ കൂടാതെ പറയുന്നു. ഇനി ഓരോ ശ്ലോകത്തിൻ്റെ ചെറിയ താല്പര്യം മാത്രം പറയാം.
വിദ്യ കൊണ്ട്, വയസ്സുകൊണ്ട്, താരുണ്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, കുലത്തിന്റെ കേമത്വം കൊണ്ട് ഒരു കന്യക വിവാഹത്തിന് തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ തീരുമാനിക്കുമ്പോൾ അനുരൂപമാവണം, അല്ലെ അനുകൂലമാവണം എന്ന് തീരുമാനിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് തുല്യനായിട്ട് വേറെ ആരും ഇന്ന് ഈ ലോകത്തിലില്ല. കാലേ നൃസിംഹ നരലോകമനോഭിരാമം. നരസിംഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അർത്ഥം എല്ലാം ശരിയാണല്ലേ? ഇനിയാന്ന് നരസിംഹം എടുത്ത ആളെന്ന് അർത്ഥമുണ്ട് കേട്ടോ. കാലേ നരസിംഹ, നരന്മാരിൽ സിംഹമാണ് അവിടുന്ന്. പിന്നെ ഇനി വേറെ ഒന്നും പറയാനില്ല. പിന്നെ അടുത്തത് എന്താണെന്നറിയോ? അങ്ങ് സിംഹമാണെങ്കിൽ ഈ ഉള്ളവൾ ആരാണ്? സിംഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ആഹാര പദാർത്ഥം ഇരയാണ്. അത് ഞാൻ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കെ ഒരു കുറുക്കൻ തട്ടിക്കൊണ്ടുപോയാൽ അതിന്റെ കുറവ് ആർക്കാ ഭഗവാനെ? അതായത് സിംഹത്തിന്റെ മുന്നിൽ ഒരു ഇര സമർപ്പിച്ചിട്ട് അത് സിംഹം നോക്കിക്കൊണ്ടിരിക്കെ ഒരു കുറുക്കൻ തട്ടിക്കൊണ്ടുപോയാൽ അതിന്റെ കുറവ് ആർക്കാ ഭഗവാനെ എന്നുള്ള ഒരു ചോദ്യത്തിൽ തന്നെ ഭഗവാൻ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. അതാണ്. അപ്പോൾ ശിശുപാലൻ ആരാണെന്നാണ് പറഞ്ഞ ഇവിടെ? ഒരു കുറുക്കനാണെന്നാണ്. ഭഗവാൻ സിംഹവുമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറഞ്ഞു, ഞാൻ വല്ല സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്ഷേത്രങ്ങളിൽ നിത്യേന വന്ന് വന്ദിച്ചിട്ട് അനുഗ്രഹം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ബ്രാഹ്മണന്റെ അനുഗ്രഹമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയതിൻ്റെ ഫലം അങ്ങ് വന്നിട്ട് എന്നെ കൈപിടിക്കുന്നതാവണം. പാണിം ഗൃഹാതുമേന്ന ദമഘോഷതുസ്താദയോന്യേ. അദ്ദേഹം എൻ്റെ കൈ പിടിക്കാൻ ഇടവരരുത്. വിവാഹം മറ്റന്നാളാണെന്നാണ് പറയുന്നത്. അത് ശോഭാവിനി എന്ന് പറഞ്ഞാൽ മറ്റന്നാളാവും. പക്ഷേ അതെന്താ, എഴുതുന്ന ദിവസം മറ്റന്നാൾ, ഇന്ന് രാത്രി എഴുതുന്നെങ്കിൽ പോകുന്നത് നാളെയാണ്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം വിവാഹമായി. ഇനി ഒട്ടും താമസമില്ല എന്നുള്ള തോന്നൽ വന്നു. ഇതൊക്കെയാണ് എഴുതിയത്. പിന്നെ ഇനി 1-2 കാര്യങ്ങൾ കൂടെ പറയാനുണ്ടായിരുന്നു, അതുകൂടി പറയുകയാണ്. എന്താ, അങ്ങേക്ക് എന്നെ സ്വീകരിക്കാൻ ഒരു വിധി വേണമല്ലോ. വെറുതെ ഇങ്ങനെ ഇറങ്ങിപ്പോയി തോന്നിയതുപോലെ എന്ന് പറയാൻ ഇടവരരുത്. രാക്ഷസേന വിധുനോദ്വഹ വീര്യശുൽക്കാം. ഈ 2 വിധി പ്രകാരമാണ് ഭഗവാൻ വിവാഹം കഴിക്കുന്നത്. അതാണ് ഇതിൻ്റെ. ഒന്ന് രാക്ഷസേന വിധി, രാജാക്കന്മാർക്ക് നിശ്ചയിച്ചതാണ്. വെറുതെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ പിടിച്ചുകൊണ്ടുവരുന്നൊന്നല്ല കേട്ടോ. പിന്നെ എങ്ങനെയാണ്? രാക്ഷസന്മാർ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ പിടിച്ച് ചെറുത്ത് ചുതൽപ്പിച്ച് കൊണ്ടുവരുന്നത് പോലെ എന്നെ സ്വീകരിക്കാനുള്ള ഒരു വിധിയുണ്ട്. വിധി തെറ്റിച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, അങ്ങ് വരുന്ന സമയത്ത്, ഇതെപ്പോഴാണ് സമയം എന്നറിയണ്ടേ? വിവാഹം രാവിലെ മുഹൂർത്തത്തിന് മുമ്പായിട്ട് രാവിലെ പരദേഹ അങ്ങ് സൈന്യ സമേതം തന്നെ വരേണ്ടി വരും. അങ്ങനെ വന്നിട്ട് എന്നെ സ്വീകരിക്കുക. എന്നെ സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് ഇപ്പോഴും തന്നെ പറയണ്ടേ? എവിടെ വെച്ചിട്ടാണ്, എപ്പോഴാണ് കാണാമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വിളിക്കാമെന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല, അതൊക്കെ ഇപ്പോഴേ ഉള്ളൂ. പണ്ട് കാലത്തൊന്നും പറ്റാത്തതുകൊണ്ട് അതുകൂടി എഴുത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അങ്ങ് എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ വ്രതകരിശിതയായിട്ട് ജീവൻ ഉപേക്ഷിക്കുന്നതാണ്. എത്ര നാള് വേണമെങ്കിലും അങ്ങനെ കഴിഞ്ഞ് ഒരു ജന്മം കഴിയും, വീണ്ടും ഒരു ജന്മം. ശതജന്മഭിസ്യൽ ജഹ്യാമസൂൻ വ്രതകൃശൻ. ശതജന്മഭിസ്യൽ 100 ജന്മം കഴിഞ്ഞാലും നോമ്പു നോറ്റു ഞാനീരിക്കും. എത്ര ജന്മം വേണ്ടി വന്നാലും ഞാൻ അങ്ങേയല്ലാതെ മറ്റൊരാളെ സ്വീകരിക്കില്ല എന്ന് ചരണദാസി രുക്മിണി എഴുതിയ എഴുത്താണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഇനി ഇത് രണ്ടാമത് വായിക്കില്ല, ഒരിക്കലും വായിക്കുള്ളൂ അല്ലേ? ഇവിടുന്ന് ഇപ്പോഴും തന്നെ എഴുതിയപ്പോഴും തന്നെ അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞേ ഉള്ളൂ. രഥം തയ്യാറാക്കി അസ്തമയ സൂര്യൻ അങ്ങനെ ഇറങ്ങുന്ന ആ സമയമാകുമ്പോഴേക്കും ദ്വാരകയിലേക്ക് എത്തുന്നു. കാവൽക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭഗവാൻ മുകളിലുണ്ടെന്ന് പറഞ്ഞു. കാണാൻ പറ്റുമെന്ന് വെച്ചു. കാണാം, ഞാൻ കുട്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവരിങ്ങനെ സന്തോഷത്തോട്, മറ്റൊരു അതിഥി ദേവോ ഭവ എന്നുള്ള സമ്പ്രദായമാണ് ഭഗവാനെ. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും ഭഗവാൻ ഇത് മുകളിൽ നിന്ന് കണ്ടപ്പോൾ ഒരാൾ, ഒരു ബ്രാഹ്മണൻ വരുന്നുണ്ടല്ലോ, വേഗം അദ്ദേഹത്തിൻ്റെ ബഹുമാനം എപ്പോഴും അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി വരിക എന്നുള്ളതാണ്. വേഗത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നു, ഇദ്ദേഹം അങ്ങോട്ട് കയറുകയാണ്. 2 പേരും വഴിയിലായി. എന്താ ബ്രാഹ്മണ, ഇവിടുന്നാ? ഞാൻ വിദർഭയെന്നാണ്. ചെറിയൊരു കാര്യം ഉണർത്തിക്കാൻ. എന്ത് വേണം പറഞ്ഞോളൂ, ഞാനത് സാധിപ്പിച്ചു തരില്ല, ഞാനില്ല ഇവിടെ എന്നാ പറയുന്നത്. അപ്പോൾ തന്നെ ഇനി രുക്മിണിക്ക് വേറെ ഒന്നും പഠിക്കാനില്ല എന്നർത്ഥമല്ലേ? വിവാഹം ഭഗവാനുമായിട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ സാധിപ്പിച്ചു തരുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചിരിക്കുമല്ലോ. ഇരിക്കുമോ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. രുക്മിണിയുടെ വിവാഹം നാളെയാണ്. എന്തോ ഒരു എഴുത്ത് തന്നിട്ടുണ്ട്, അത് അങ്ങേക്ക് തരികയാണ്, അങ്ങ് വായിച്ചു നോക്കിക്കോളൂ, ഞാൻ ഇങ്ങോട്ട് മാറിയേക്കാം എന്ന് പറഞ്ഞേ. അപ്പോൾ പറഞ്ഞത് അതിനൊന്നും എന്നെ കിട്ടില്ല. അതായത് നാളെ വിവാഹം നടക്കാനുള്ള ആ പെൺകുട്ടി രഹസ്യമായിട്ടൊരു എഴുത്ത് തരികയും അത് വായിക്കുകയും ഈ സിംഹാസനത്തിലിരിക്കുകയും രണ്ടും കൂടി എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് അങ്ങ് തന്നെ വായിക്കുമെന്ന്. അല്ല, എനിക്കിത് അർത്ഥം അങ്ങനെ നേരെയായിട്ട് വായിക്കാൻ അത് സാരമില്ല. ഭക്തിയോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ തെറ്റ് വന്നാലൊന്നും വലിയ വിഷയമൊന്നുമില്ല കേട്ടോ. പ്രതിശ്ലോകം അബദ്ധപത്തിവൻ, ഞാൻ ധരിച്ചാൽ പോരെ എന്ന് പറഞ്ഞു.
അങ്ങനെ ബ്രാഹ്മണനാണ് എഴുത്ത് വായിച്ചത് എന്നല്ല പറഞ്ഞത്, ബ്രാഹ്മണനെ കൊണ്ട് വായിപ്പിച്ചു എന്ന് പറയണം. അങ്ങനെയാണ് പറയുന്നത് കുറച്ചും കൂടെ നല്ലത്. എന്തുകൊണ്ടാണ്? ഞാനത് വായിക്കില്ല എന്ന് പറയുക, പരസ്യമാവണത്. അങ്ങനെയാണ് ഈ 7 ശ്ലോകങ്ങളും ലോകത്തിൽ പരസ്യമായതെന്ന്. രഹസ്യമായിട്ട് കൊടുത്തത് ഭഗവാൻ പരസ്യമാക്കി. എനിക്കിതിലൊന്നുമില്ല. ഇത് കേട്ടതോട് കൂടിയിട്ട് പറഞ്ഞു, ഓ ഇങ്ങനെ കവിതയായിട്ടാണ് അല്ലേ പതിവ് പറഞ്ഞു. സന്തോഷമായി, ഞാൻ ഇപ്പോഴും തന്നെ പുറപ്പെടാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങേക്ക് ഇത് കുതിരപ്പുറത്തിരിക്കാൻ പറ്റുമോ? അങ്ങനെ വിഷമമുണ്ടാവുമോ? എന്നെ മുറുകെ പിടിച്ചാൽ മതി, അങ്ങനെയാണോ നമുക്ക് വേഗം എത്താമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ശ്രദ്ധിക്കണമല്ലോ. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നോക്കുമ്പോഴേക്കും കാവൽക്കാർ അവിടെയുണ്ട്. എവിടെ ഏട്ടനെവിടെയെന്ന് ചോദിച്ചു. അമ്പലത്തിൽ പോയില്ല, ഇപ്പോഴും പോയുള്ളൂ എന്ന്. അപ്പോഴേക്ക് വൈകുന്നേരം അല്ലേ, ഓരോ സമയവും സന്ദർഭമുണ്ട്. വൈകുന്നേരം പുറപ്പെടുന്നത്. നാളെ രാവിലെ ആകുമ്പോഴേക്ക് എത്തണമെങ്കിൽ ആനർത്താത് ഏകരാത്രയാണെന്നൊക്കെ പറയുന്നുണ്ടേ. എത്തണമെങ്കിൽ ഇപ്പോഴും പുറപ്പെടണം. ആ പുറപ്പെടുന്ന സമയം വൈകാനും പറ്റില്ല. ജ്യേഷ്ഠനാണെന്ന് കാണുന്നില്ല. അദ്ദേഹം ദ്വാരകയിലെ അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാണ്, ബലരാമേട്ടൻ. അദ്ദേഹം ദീപാരാധന തൊഴാൻ വേണ്ടി പോയതാണ് അത്രേ. അപ്പോഴാണ് ഇത് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, ഇങ്ങനെ ഒരാൾ വന്നു എന്നും ഞാൻ ഇവിടത്തേക്ക് പോയിട്ടുണ്ട്, വിദർഭയിലേക്ക് പോയി എന്നും പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ബാക്കി കാര്യമൊക്കെ ഏട്ടന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഭഗവാൻ പുറപ്പെട്ടു. ഇനി അവിടെ എത്തുന്ന രംഗമാണ് വിദർഭയിലേക്ക് എത്തുക. നമ്മൾ ചുരുക്കിയിട്ടൊന്ന് അനുസ്മരിക്കുന്നതാണ്, സമയം കുറേ വേണ്ടതാണിത്. ചുരുക്കിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും മറ്റുള്ള രംഗങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. മറ്റവരൊക്കെ വന്നു, ജരാസന്ധൻ, ശിശുപാലൻ, നിൻ്റെ പുറം പൊളിയോളം ഞാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് സൂട്ട് കേസൊക്കെ എടുത്ത് വന്നിട്ട് നിൽക്കുന്ന സമയത്താണ് അലങ്കരിച്ച് മുല്ലപ്പൂ മാലയോട് കൂടിയിട്ട് അലങ്കരിച്ചിട്ടുള്ളൊരു നല്ല മുറി ഉണ്ടായിരുന്നു. ഈ ഇദ്ദേഹമല്ലേ വരുന്നത്. പക്ഷേ ഇതിനൊരു കാര്യസ്ഥനുണ്ടല്ലോ, ഒരാളുണ്ടാവുമല്ലോ. അദ്ദേഹം പറയാണ്, ഉറക്കൽ ഞാൻ താക്കോൽ എവിടെ വെച്ചു കാണുന്നില്ല. ഇവർ കുറേ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുക, ഇവരല്ലേ വിവാഹത്തിന് വരേണ്ടത്. അപ്പോൾ രുക്മി പറഞ്ഞു, വേറൊരു മുറി തുറന്നിട്ട് ഞാൻ വന്ന കാലിൽ നിർത്തരുതെന്ന് പ്രമാണമില്ലേ എന്ന് പറഞ്ഞു. വേറൊരു മുറിയിൽ ഇങ്ങനെ നിർത്തി തയ്യാറാക്കി. കുറച്ച് കഴിയുമ്പോഴേക്ക് ഭീഷ്മക മഹാരാജാവിനോട് പറഞ്ഞു, വന്നു കൃഷ്ണൻ എന്ന് പറയുന്നു ബ്രാഹ്മണൻ. അപ്പോഴും വേഗം അവന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, കണ്ടു കഴിഞ്ഞാൽ തൽക്കാലം എവിടെയെങ്കിലും വിശ്രമിക്കട്ടെ, ദൂരെ നിന്ന് വന്നതല്ലേ, ഒരു മുറി തുറന്നു കൊടുക്കുമെന്ന് പറയുമ്പോഴും മറ്റേ ആൾ കൂടി വന്നിട്ട് വന്നാൽ നേരത്തെ താക്കോല് കിട്ടിയിട്ടോ, ഇതാണ് എനിക്ക് ഈ വെച്ച സ്ഥലം ഓർമ്മയില്ലാതാണ്, എന്നാൽ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായി എന്താണ് കിട്ടേണ്ടവർക്ക് നിശ്ചയിച്ചത് അവർക്ക് തന്നെ കിട്ടുന്നപ്പോഴും മനസ്സിലായില്ലേ, ഭഗവാൻ തന്നെയാണ് വരേണ്ടത്. അവിടെ ഇങ്ങനെ ഇരുന്നു. മറ്റേ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നാന്ന് അറിയില്ല, പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ വാതിലടച്ചിട്ട് ഇവിടെ നിന്നോളൂ, മുഹൂർത്തമായാൽ വിളിക്കാം. ഈ മുഹൂർത്തം പണ്ട് കാലത്ത് ക്ലോക്ക് നോക്കിയിട്ടല്ല, നിഴൽ നോക്കിയിട്ട് അടി അളന്നിട്ടാണ്, അടി അളക്കാറായ വിളിക്കുക, ആ സമയം വരെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൈയും കെട്ടി ആൾക്കണ്ണാടിയെ നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മുഹൂർത്താവുന്നത് വരെ. ഇതിനിടയിലാണ് രുക്മിണി ദേവിയുടെ ആ തൊഴുതു വരവ്, അങ്ങനെയാണ് പറയുന്നത്, ദേവിയുടെ തൊഴുതിട്ട് വരവ്, തിരിച്ചെഴുന്നള്ളത്ത് എന്ന് പറയുന്ന രംഗം പോലെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. രുക്മിണി ദേവി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് ആ ക്ഷേത്രത്തിൽ നമസ്യേ ത്വംബികേ ഭീക്ഷ്ണം സ്വസന്താനയുധം ശിവം ഭൂയൽപതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം. അമ്മേ ശ്രീകൃഷ്ണ ഭഗവാനെ കൈപിടിക്കാൻ ഇടവരുത്തണേ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നമസ്കരിച്ച് ആ മേൽശാന്തിയിൽ നിന്നും തീർത്ഥവും പ്രസാദമൊക്കെ വാങ്ങി അനുഗ്രഹം വാങ്ങി. ആ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ അനുഗ്രഹമായിട്ടാണ്. എപ്പോഴും മേൽശാന്തിയിൽ നിന്ന് കിട്ടുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് കാണിച്ചാൽ അത് കിട്ടും. അനുഗ്രഹം വാങ്ങി തിരിച്ചു വരുമ്പോൾ കുലവധുക്കളാണ്, അതൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം. ദ്വാരകയിലും വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ സമ്പ്രദായം ഇന്ന് മനസ്സിലാവും. 2024 ഇപ്പോഴും അവർ മൂടുപടത്തോട് കൂടിയിട്ടേ ആൾ പുരുഷന്മാരെ നോക്കുള്ളൂ എന്നുള്ളതാണ് അവിടെ പ്രത്യേകത. ഇത് അന്നത്തെ കാലത്ത് പിന്നെ പറയാനില്ല. പക്ഷേ ഇവർക്ക് വിവാഹാവസരമായതുകൊണ്ട്, രാജകുമാരി ആയതുകൊണ്ട് ഒരു ഇളവുണ്ട്. എന്താ, മൂടുപടം വേണ്ട അത്രേ, ഇവിടെ വേണ്ടെന്ന്, ഈ പറഞ്ഞ സ്ഥലത്ത് വേണ്ട. പക്ഷേ അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ നോക്കാൻ പാടില്ല, പരപുരുഷനെ ഇങ്ങനെ നോക്കുന്ന സമ്പ്രദായം ഇല്ല. അപ്പോൾ വന്നോ ഇല്ലയോ എന്നറിയണം. കൊട്ടാര മതിലിന് അകത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വന്നോ എന്നറിയണം, എന്താ വേണ്ടെന്നറിയില്ല. ആ വരവൊക്കെ വളരെ സാവധാനത്തിലാക്കി എന്നാണ് പറയുന്നത്. ശിഞ്ചാന മണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളി മന്ദഗമനാ മഹാ ലാവണ്യശേവതി സർവാരുണാനപദ്യാംഗീ സർവാഭരണഭൂഷിത കൃഷ്ണകാമേശ്വരാംഗസ്ഥ കൃഷ്ണാസ്വാധീനവല്ലഭ. അങ്ങനെ ആ ദേവി മെല്ലെ മെല്ലെ ഇങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നോക്കും. ഒരുപാട് ആൾക്കാരൊക്കെ രണ്ട് ഭാഗത്തും കാണാനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് മുടിയുണ്ട് അത്രേ, അളകെന്നാണ് പറയുക. അത് ഇങ്ങോട്ട് കണ്ണിലേക്ക് വീണതോ വീഴ്ത്തിയതോ എന്നറിയില്ല. എന്നിട്ട് അത് നീക്കുന്നു എന്ന് ഭാവിച്ചുകൊണ്ട് ഈ കൈ വലത് കൈയോട് നീക്കുന്നു എന്ന് ഭാവിച്ചുകൊണ്ട് അതിനിടയിലൂടെ നോക്കി ദദൃശേ അച്യുതം സാ, രഥത്തിൽ രണ്ടാം കൊണ്ടൊക്കെ ആയിട്ട് ധൈര്യപൂർവ്വം നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണനെ കണ്ടു.
മനസ്സിലായി. ആ രംഗങ്ങളൊക്കെ എത്രയോ തവണ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? താപിഞ്ചശ്യാമളങ്ക സ്മിതരുചിരമുഖപ്പിഞ്ചഭാരാപദംസ പ്രോന്മീലദ്യൗവന ശ്രീരരുണവസന കർണികാര. ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള ശ്ലോകങ്ങളാണ്. പക്ഷെ അത് തന്നെയായിരിക്കും ദ്വാരകാധീശനുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഭഗവാന്റെ സ്വരൂപത്തെ ഒന്നിങ്ങനെ കണ്ടതോടുകൂടി ഇതിലധികം സന്തോഷാവാനില്ല. പിന്നെ നാണത്തോടുകൂടി കീഴ്പോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭഗവാൻ രഥം മുന്നോട്ട് വെച്ചു കയറ്റി. അപ്പോഴേക്കും അവിടെ ബഹളം തുടങ്ങി. അറിഞ്ഞു അവിടെ എന്തോ എല്ലാവരും അറിഞ്ഞു. ഇപ്പോഴവൻ്റെ കഥ കഴിച്ച് കൃത്യമുഹൂർത്തത്തിൽ തന്നെ നടക്കും. ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രുക്മി ചാടി വരികയാണ്. അപ്പോൾ തന്നെ ചാടി രഥത്തിലേക്ക് കയറി. കൃഷ്ണനെ ഇപ്പോൾ വിട്ടു എന്നുള്ള നിലക്കൊക്കെയാണ് വന്നത്. പക്ഷെ സംഭവിച്ചതൊക്കെ തിരിച്ച് എന്തൊക്കെയോ ആയി. അപ്പോൾ തന്നെ പിടിച്ചു ഈ ഇദ്ദേഹത്തിൻ്റെ രണ്ടാം മുണ്ട് ഉത്തരി എന്നാണ് പറയുക. അതുകൊണ്ട് പിടിച്ചിട്ട് ഇദ്ദേഹത്തെ ആ രഥത്തിൻ്റെ തൂണിൽ ഇങ്ങനെ കെട്ടിയിട്ടു. ഇവിടെ ദിവ്യരഥമൊക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നു. ആരാ വന്നെന്ന് മനസ്സിലായോ? ബലരാമേട്ടൻ അപ്പോഴേക്കും തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാം തയ്യാറായിട്ടാണ് ബലരാമേട്ടൻ്റെ വരവ്. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഇതിവിടെ നടക്കുമ്പോഴേക്ക് തന്നെ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കുക, അടിയും പിടിയും ബഹളവും. അദ്ദേഹത്തിന് ഒന്നേ വേണ്ടു ആയുധം, ഇരുമ്പലൊക്കെ മാത്രമേ വേണ്ടു. കലക്കൊന്നും എടുത്തിട്ടേ ഇല്ല, അതൊന്നും ആവശ്യമില്ല. അങ്ങനെ ഇരുമ്പലൊക്കെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു സംഭവം നടന്നത്. വാളൂരിയിട്ട് വെട്ടാൻ ഭാവിച്ചു ഭഗവാൻ. രുക്മിണി ദേവി പറഞ്ഞു ചെയ്യണ്ട ഈ സമയത്ത്, വിവാഹ സമയത്ത് എന്ന് പറഞ്ഞു. മുഹൂർത്തമല്ലേ, നല്ല മുഹൂർത്തമല്ലേ. അപ്പോൾ വാള് ഉറയിൽ തന്നെ വെക്കണം. വീരന്മാരത് ഊരിക്കഴിഞ്ഞാൽ വെറുതെ വെക്കാൻ പാടില്ലല്ലോ. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ രുക്മിയുടെ തലമുടി പകുതി ഭാഗം വാള് കൊണ്ടുവന്ന് ചെത്തി. പിന്നെ മീശ ഉണ്ടായിരുന്നത് മറ്റേ ഭാഗവും ചെത്തി. എന്തിനാണെന്നറിയോ? സഹോദരിയുടെ കല്യാണത്തിന് ചെത്ത് വേഷം. അങ്ങനെയൊക്കെയാണ് അത്ര. എന്താണെന്നറിയില്ല, എങ്ങനെയാണെന്നും അറിയില്ല. അപ്പോഴാണ് ചോദിക്കുന്നത്, ഈ ബലരാമേട്ടൻ വന്നു കേട്ടോ. ബലരാമേട്ടൻ പറഞ്ഞു, കൃഷ്ണ എന്താ ഇത്, നമ്മൾക്ക് ഇതൊക്കെ പഠിക്കാർ, ഇതിനൊക്കെയുള്ള വേറെ തന്നെ അവകാശികളില്ലേ, അവർ ചെയ്യില്ലേ, നമ്മളാണോ ഈ പണി എടുക്കേണ്ടത്? ചെറുക്കുന്ന പണി എന്താ കൃഷ്ണ വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തള്ളിയിട്ടു. പിന്നെ രഥം മുന്നോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു, ഇങ്ങോട്ട് മാറിക്കോളൂ, ധൈര്യമായിട്ട് മാറിക്കോ, യുദ്ധമൊന്നും വേണ്ട കേട്ടോ, ഈ സമയത്ത് ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്തോ കുടുങ്ങിയിട്ടുണ്ട്, ഇതാ വണ്ടിക്ക് കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാ കുടുങ്ങിയതല്ല കുടുക്കിയതാണെന്ന് പറഞ്ഞു. മുന്നോട്ട് ഇങ്ങനെ പോകുന്നു. ബലരാമേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ ജരാസന്ധനൊക്കെ കിട്ടിയതിന് കണക്കില്ല. അദ്ദേഹം വിചാരിച്ചു രക്ഷപ്പെടുന്നതിന് മുമ്പേ മറ്റാളെയും രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ച് വാതിലിൽ ചെന്നിട്ട് ഇങ്ങനെ മുട്ടിയപ്പോൾ വാതിൽ തുറന്നു. അടി അളക്കാറായോ എന്ന് ചോദിച്ചു. ഈ രണ്ടാം മുണ്ട് പൊക്കിയിട്ട് പറഞ്ഞു, അടി കിട്ടിയ പാടുണ്ട്, അളന്ന് നോക്കിക്കോളൂ, വേഗം രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തി. തൽക്കാലം ആര് രക്ഷപ്പെട്ടു? ശിശുപാലനും രക്ഷപ്പെട്ടു, രുക്മിയൊക്കെ രക്ഷപ്പെട്ടു. ഈ അതൊക്കെ പിന്നീടാണ് വർണ്ണിക്കുന്നത്. ബലരാമസ്വാമി ആ ഒലക്കയെടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരൻ ശ്രീകൃഷ്ണൻ്റെ വിവാഹം വളരെ പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് നാളെ ദ്വാരകയിൽ വെച്ച് വിധിപ്രകാരം നടക്കും. ബ്രാഹ്മണരുടെ പുരോഹിതരുടെ നേതൃത്വത്തിൽ എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവരും വന്ന് അനുഗ്രഹിക്കണം, ഭംഗിയാക്കണം. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പോഴും പറയണം. ഇതിങ്ങനെ പിടിച്ചിട്ടുമുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബലരാമേട്ടനോട് വല്ല അല്ലേ? ബലരാമൻ എന്നുള്ള പേര് പറഞ്ഞാൽ തന്നെ പ്രശ്നമെല്ലാം കൃഷ്ണൻ പരിഹരിച്ചിരുന്നു എന്നാണ്. നീ ആരാ? ഞാൻ ബലരാമൻ്റെ അനിയനാണ്. അല്ല, വെറുതെ ചോദിച്ചതാന്ന് പറഞ്ഞുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഗോകുലത്തിൽ. ഇപ്പോഴിതാ ആ വിവാഹത്തിന് എല്ലാവരും ക്ഷണിച്ചു. വിധിപ്രകാരം ദ്വാരകയിൽ വെച്ച് വിവാഹം ചെയ്യുന്ന രംഗത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. ഇനി ഇവിടെ എന്താണ് മാലയിട്ട് ആ മുഹൂർത്തത്തിന് നടക്കുന്ന, ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ മുഹൂർത്തത്തിന് നടക്കുന്ന വിവാഹ രംഗത്തിലേക്കാണ് കിടക്കുന്നത്. നല്ലതുപോലെ പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുക ഉവാച ഏവം ഭഗവതാ തന്നീ രാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദധേ. രാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദധേ. പ്രാണാവശേഷോത്സൃഷ്ടോ ദ്വിഗ്ഭിർഹതബലപ്രഭ സ്മരൻ വിരൂപകരണം വിദധാത്മമനോരഥ. ചക്രേ ഭോജഗടം നാമ നിവാസായ മഹൽപുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപ്രത്യൂഹ്യ യവീയസിം. കുണ്ടിനപ്രവേക്ഷ്യാമീത്യുക്ത്വാ തത്രാവസദൃശ ഭഗവൻ ഭീഷ്മകസുതാമേവം നിർജിത്യ ഭൂമിവാൻ പുരമാനീയ വിധിവതുപയേമേ കുരുദ്വഹ. സർവഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവൻ ഭീഷ്മകസുതാമേവ നിർജിത്യ പുരമാനീയ വിധിവതുപയേമേ തദാ മഹോത്സവോ നൃണാം യദുപുജ്യാം ഗൃഹേ അഭൂതനന്യഭാവാനാം കൃഷ്ണേ യദുപദോ നൃപാ നരാ നാര്യശ്ച മുദിതാ പ്രമുഷ്ടമണികുണ്ടല പാരിപരിഹമുപാജഹ്രുവരയോ ചിത്രവാസസോ സാ വിഷ്ണുപുര്യത്വവിരേന്ദ്രകേതുഭി വിചിത്രമാല്യാംബരരത്നതോരണൈ ബഭൂ പ്രതിത്വാരുപക്ലുപ്തമംഗളൈ ആപൂർണകുംഭാരുധൂപദീപകൈ സിക്തമാർഗാമതച്യുദ്ഭിരാഹൂതപ്രേഷ്ടഭൂഭുജ ഗജേർദ്വാസുപരാമൃഷ്ടരംഭ്രാഭൂഗോപിശോഭിത കുരു സഞ്ജയ കൈകേയ വിദർഭേതുകുന്ദയ മിഥോമുദിരേ തസ്മിൻ സംഭ്രമൽ പരിധാപതാം രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തദാ രാജാനോ രാജകന്യാശ്ച ബഭൂവുർപൃശ വിസ്മിതാഃ ദ്വാരകായാമഭുദ്രാജൻ മഹാമോദപുരോഗസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപ്പതിം ദ്വാരകായാമഭുദ്രാജൻ മഹാമോദപുരോഗസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപ്പതിം. ഹരി ഓം തത്സലിത്. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമംസ്യാം സംവിധായ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യദ്വാഹം നാമ ചതുഃപഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ രാമ രാമ